ഒന്നുകിൽ പണം നൽകുക, അല്ലാത്ത പക്ഷം ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുക. ഇവ അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ ആ നാട്ടിൽ നിന്നും പലായനം ചെയ്യുക. നൈജറിൻ്റെ തലസ്ഥാനമായ നിയാമിയിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ അകലെയാണ് ഇത്തരമൊരു കാര്യം സംഭവിക്കുന്നത്. ഇവിടെ ക്രിസ്ത്യൻ സമൂഹം നേരിടുന്ന ദുരവസ്ഥയാണ് ഇത്. ജിഹാദികൾ എന്ന് വിളിക്കപ്പെടുന്ന സംഘങ്ങൾക്ക് നികുതി നൽകണം. നികുതി കൊടുക്കാൻ പണമില്ലെങ്കിൽ അവർ ഇസ്ലാമിനെ പരസ്യമായി അംഗീകരിച്ച് ആ മതം സ്വീകരിക്കണം. ഇത് രണ്ടും സാധിക്കില്ലെങ്കിൽ ഗ്രാമവും നിങ്ങളുടെ സ്വന്തമായതെല്ലാം തീവ്രവാദികളുടെ കൈകളിൽ ഏൽപ്പിച്ച് നാടുവിടണം. അതല്ലെങ്കിൽ ജീവനോടെ കാണില്ല. ഇതാണ് ജിഹാദികൾ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് നേരെ പുലർത്തുന്ന സ്വഭാവം. മാലി, ബുർക്കിന ഫാസോ, നൈജർ എന്നീ അതിർത്തികളിലാണ് ജിഹാദികളുടെ ആക്രമണം ശക്തമായിരിക്കുന്നത്. 3 രാജ്യങ്ങളും നിലവിൽ സൈനിക ഭരണകൂടങ്ങളാണ് ഭരിക്കുന്നത്. അലയൻസ് ഓഫ് സഹേൽ സ്റ്റേറ്റ്സ് എന്ന പേരിൽ പുതിയ സംവിധാനത്തിലേക്ക് ലയിക്കാൻ പിന്നീട് ഇവർ തീരുമാനിച്ചു. 2018 ഫാദർ പിയർ ലൂജി മക്കല്ലിയെ തട്ടിക്കൊണ്ടുപോയത് മുതൽ ബുർക്കിന ഫാസോയുമായുള്ള അതിർത്തി മേഖലയിലെ കർഷകരുടെ ജീവിതം വളരെയധികം ശോചനീയമായി മാറുകയായിരുന്നു. ഭീഷണികൾ, തട്ടിക്കൊണ്ടുപോകലുകൾ, ആളുകളെ ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങൾ, ഉപേക്ഷിക്കപ്പെട്ടതും അടച്ചതുമായ സ്കൂളുകൾ, ഭീഷണിപ്പെടുത്തൽ, ഭയത്തിൻ്റെതായ അന്തരീക്ഷം എന്നിവ ഇവിടെയുള്ള ജനങ്ങളുടെ അനുദിന ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. നൈജീരിയൻ സൈന്യം ഈ പ്രദേശങ്ങളിലുണ്ടെങ്കിലും ഇവരുടെ സാന്നിധ്യം മൂലം യാതൊരുവിധ സഹായവും ക്രൈസ്തവർക്ക് ലഭിക്കുന്നില്ല. വർദ്ധിച്ചു വരുന്ന തീവ്രവാദി ആക്രമണങ്ങൾ, സഹായത്തിനായുള്ള തങ്ങളുടെ പരാതികളും നിലവിളികളും ബധിര ചെവികളിലാണ് പതിക്കുന്നതെന്ന തിരിച്ചറിവിലേക്ക് ഇവിടെയുള്ള ജനങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഇവരുടെ ഏകാശ്രയം ദൈവം മാത്രമാണ്. സായുധ സംഘങ്ങളുടെ അതിക്രമങ്ങൾ ക്രിസ്ത്യാനികളെ മാത്രമല്ല, അതിർത്തി പ്രദേശങ്ങളിലെ എല്ലാ നിവാസികളെയും ബാധിക്കുന്നുണ്ട്. അവയ്ക്കെല്ലാം പൊതുവായ ഒരു സ്വഭാവമുണ്ട്. സാമ്പത്തികമായും ഭൗമരാഷ്ട്രീയമായും പ്രാധാന്യമില്ലാത്ത പാവപ്പെട്ട കർഷകരാണ് ഈ അതിർത്തികളിൽ താമസിക്കുന്നത്. അതിനാൽ തന്നെ ഇവർ ജിഹാദികളുടെ ക്രൂരതകൾക്ക് ഇരകളാവുകയും ചെയ്യുന്നു. ഇവരെ രക്ഷിക്കാനായി ആരും എത്തില്ല എന്ന അവസ്ഥ നിസ്സഹായരായ ഈ മനുഷ്യരെ ജിഹാദികളുടെ ക്രൂരമായ അതിക്രമങ്ങൾക്ക് ഇരകളാക്കി മാറ്റുന്നു.